അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. സുബ്ഹാനല്ലാഹ്, നാം ഭക്ഷിക്കുന്ന ഭക്ഷണത്തെക്കാൾ, ശ്വസിക്കുന്ന വായുവിനേക്കാൾ, ധരിക്കുന്ന വസ്ത്രത്തെക്കാൾ പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് ഈ രണ്ട് സൂറത്തുകൾ സമ്പൂർണമായി ഗ്രഹിച്ചാൽ മനസ്സിലാകും. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണശയ്യയിലായപ്പോൾ ഞാനായിരുന്നു ഈ രണ്ട് സൂറത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഓതിക്കൊടുക്കുകയും കയ്യിലേക്ക് ഊതിക്കൊടുക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരീരം മൊത്തം തടവുമായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. ശരീരം മൊത്തം റസൂൽ തന്നെ തടവും എന്ന് പറയാൻ കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ കയ്യിനേക്കാൾ മഹത്തരമായ കൈ റസൂലിന്റെ കൈയാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എപ്പോഴെല്ലാം വേദനകൾ അനുഭവപ്പെട്ടാൽ ഈ രണ്ട് സൂറത്തുകൾ ഓതി കയ്യിലേക്ക് ഊതി ശരീരം മൊത്തം തടവുമെന്നും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു തരുന്നു. സുബ്ഹാനല്ലാഹ്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഞ്ചീലിലോ തൗറാത്തിലോ സബൂറിലോ ഇഞ്ചീലിലോ ഖുർആനിന്റെ മറ്റേതു ഭാഗത്തോ ഇറങ്ങാത്ത അത്രയും പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് സൂറത്തുകൾ എനിക്ക് ഇറങ്ങി, ഫലഖും നാസും. മറ്റൊരു റിപ്പോർട്ടിൽ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ യാത്രയിലായിരുന്നു. അങ്ങനെ മഗ്‌രിബിന്റെ നേരമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ ഫലഖും നാസുമാണ് ഓതിയത്. എന്നിട്ട് പറഞ്ഞു, നീ എപ്പോഴെല്ലാം ഉറങ്ങാൻ പോകുന്നുവോ ഈ രണ്ട് സൂറത്തുകൾ ഓതണം. എപ്പോഴെല്ലാം ഉണരുന്നുവോ ഫലഖും നാസും, ഈ രണ്ട് സൂറത്തുകൾ നീ ഓതണം. മറ്റൊരു റിപ്പോർട്ടിൽ നബി തങ്ങൾ പറഞ്ഞു, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഫലഖും നാസും ഓതണം. സുബ്ഹാനല്ലാഹ്. സഹാബത്തിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിന്റെയും പ്രാക്ടീസ് ആയിരുന്നു ഇത് ജീവിതത്തിൽ ഉടനീളം. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ സയ്യിദിന അബ്ദുല്ലാഹി ബിൻ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ശക്തമായ മഴ, ആകാശം ശക്തമായി ഇരുട്ട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ റസൂലിനെ ഞങ്ങൾ അന്വേഷിച്ചു. റസൂല് പറഞ്ഞു, പറയൂ, ഓതൂ. എന്തോതണം റസൂലെ? ഖുൽ ഹുവല്ലാഹു അഹദും മുഅവ്വിദത്തൈനിയും ഓതൂ. കാരണം ഇവ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷണമാണ്. അല്ലാഹുമ്മ സ്വല്ലി